Hi all, hope you are fine. Calicut University third semester complementary mathematics topics ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തേർഡ് സെമസ്റ്റർ കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സ് രണ്ട് സെക്ഷൻ ആയിട്ടാണ് സിലബസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ സെക്ഷനിൽ വെക്ടർ കാൽക്കുലസും രണ്ടാമത്തെ സെക്ഷനിൽ കോംപ്ലക്സ് അനാലിസിസും ആണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ സെക്ഷനിലുള്ള വെക്ടർ കാൽക്കുലസ് ആണ് ഈ ഒരു വീഡിയോ സീരീസിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കോംപ്ലക്സ് അനാലിസിസിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. നിങ്ങളതെല്ലാം കാണുക, കണ്ടിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമുക്ക് വെക്ടർ കാൽക്കുലസിലെ 3 സെക്ഷൻസ് ആണ് പറയാനുള്ളത്. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ്, കാൽക്കുലസ് ഓഫ് മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസ്, വെക്ടർ ഇന്റഗ്രേഷൻ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം പറയുന്നത് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. ഇതിൽ വെക്ടർ ഫംഗ്ഷൻസ് ആൻഡ് സ്പേസ് കർവ്സ്. അപ്പം നമുക്ക് എന്താണ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസിന്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഓർ എ വെക്ടർ ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ആർ ഡിഫൈൻഡ് ബൈ ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ where the component functions f, g and h of r are real valued functions of the parameter t lying in a parameter interval I. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും വെക്ടർ എന്താണെന്ന് അറിയാം അല്ലേ? പ്ലസ് ടുവിൽ നമ്മൾ വെക്ടേഴ്സ് പഠിച്ചിട്ടില്ലേ? അതിൽ നമ്മളൊരു വെക്ടറിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? എ വെക്ടർ ഈക്വൽ ടു എങ്ങനെയാണ് എഴുതുന്നത്? a1i പ്ലസ് a2j പ്ലസ് a3k അല്ലേ? ഇവിടെ a1ഉം a2ഉം a3യും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. കൂടാതെ നമ്മൾ ഇതിന് എന്ത് പറയും? a1ഉം a2ഉം a3യും കമ്പോണൻസ് ആണ്. അതായത് ith കമ്പോണന്റ് ആണ് a1, jth കമ്പോണന്റ് ആണ് a2, kth കമ്പോണന്റ് ആണ് a3. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മളുടെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ആർ ഓഫ് ടി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ ആണ്. ഇവിടെ എഫും ജിയും എച്ച് ഒക്കെ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്, ഡിഫൈൻഡ് ഓൺ ആൻ ഇന്റർവൽ. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും എച്ച് ഓഫ് ടിയും ഒക്കെ ഈ കമ്പോണൻസ് എന്ന് പറയുന്നത് ഫംഗ്ഷൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളതിനെ കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയും. ഓക്കെ, ith കമ്പോണൻറ്റ് ഫംഗ്ഷനാണ് എഫ് ഓഫ് ടി, jth കമ്പോണൻറ്റ് ഫംഗ്ഷനാണ് ജി ഓഫ് ടി, kth കമ്പോണൻറ്റ് ഫംഗ്ഷനാണ് എച്ച് ഓഫ് ടി. അതായത് നമുക്കിങ്ങനെ പറയാം, എഫും ജിയും എച്ച് ഒക്കെ ഫംഗ്ഷൻസ് ആണ്, ഡിഫൈൻഡ് ഓൺ എ ഇൻ്റർവൽ ഐ ടു ആർ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ പറയാം. ആർ ഓഫ് ടി എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് സൈൻ ടി ജി കെ. ഇത് ഐയുടെ കമ്പോണൻറ്റ് ടി ആണ്, ജെയുടെ കമ്പോണൻറ്റ് ടി സ്ക്വയർ ആണ്, കെയുടെ കമ്പോണൻറ്റ് സൈൻ ടി ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസിനെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കർവ്സ് ഡിഫൈൻഡ് ബൈ വെക്ടർ ഫംഗ്ഷൻസ്. അതിൽ ഒന്നാമത്തത് സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ ഓൾറെഡി പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. ഈ സ്ട്രെയിറ്റ് ലൈൻ എൽ ത്രൂ എ പോയിന്റ് എ വിത്ത് പൊസിഷൻ വെക്ടർ എ വെക്ടർ ഈക്വൽ ടു a1i പ്ലസ് a2j പ്ലസ് a3k in the direction of a constant vector b equal to b1i plus b2j plus b3k can be represented in the form r of t equal to a plus tb. അതായത് നമുക്ക് എൽ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ വെക്ടർ ഇക്വേഷൻ ആണ് പറയുന്നത്. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ ഒരു പ്രത്യേകതയുണ്ട്. എൽ എന്ന് പറയുന്നൊരു സ്ട്രെയിറ്റ് ലൈൻ അത് എ എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ എ എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടറാണ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ. പൊസിഷൻ വെക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ആ വെക്ടറിനെയാണ് നമ്മൾ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ആ പൊസിഷൻ വെക്ടറാണ് തന്നിരിക്കുന്നത് a1i പ്ലസ് a2j പ്ലസ് a3k. ഇനി എൽ എന്ന് പറയുന്നത് ഈ ഒരു കോൺസ്റ്റന്റ് വെക്ടർ ഉണ്ട്, ബി വെക്ടർ എന്ന് പറഞ്ഞിട്ട്. ആ ബി വെക്ടറിന്റെ അതേ ഡയറക്ഷനിലാണ് നമ്മുടെ എൽ എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനും കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആർ ഓഫ് ടി ഈക്വൽ ടു എ പ്ലസ് ടി ബി എന്നതാണ് നമ്മളുടെ ലൈനിൻ്റെ വെക്ടർ ഇക്വേഷൻ. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ എ വെക്ടർ, ഇവിടെ എ വെക്ടറും ബി വെക്ടറും ആണ് കേട്ടോ. എ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നോട്ട് ചെയ്തത്? എന്താണ്? a1i പ്ലസ് a2j പ്ലസ് a3k പ്ലസ് ടി ടൈംസ് b1i പ്ലസ് b2j പ്ലസ് b3k. ഓക്കെ, ഇവിടെ നമുക്കിതിനെ ith കമ്പോണൻറ്റിനെ ഐയുടെ ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതാം. a1 പ്ലസ് ഇവിടെ കണ്ടോ ടി b1, അതാണ് a1 പ്ലസ് ടി b1 i പ്ലസ് a2 പ്ലസ് ടി b2, a2 പ്ലസ് ടി b2 j, ഇനി a3 പ്ലസ് ടി b3, a3 പ്ലസ് ടി b3k. ഇതാണ് നമ്മളുടെ വെക്ടർ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, മിസ് ചെയ്ത് കളയാൻ പാടില്ല. അതുകൊണ്ടാണ് എപ്പോഴും 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളും ചോദിക്കാറുണ്ട് എക്സാമിന്.
വെക്ടർ ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ ഇൻ ദ xy പ്ലെയിൻ ത്രൂ a 3 2 ആൻഡ് പാരലൽ ടു i plus j ഹാവിംഗ് സ്ലോപ്പ് 1. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ട്രേറ്റ് ലൈൻ ഉണ്ട്, ആ സ്ട്രേറ്റ് ലൈൻ 3 2 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇത് i plus j എന്ന് പറയുന്ന വെക്ടറിന് പാരലലാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ കോൺസ്റ്റന്റ് വെക്ടർ എന്നാണ്. അപ്പോൾ ചില കേസിൽ നമുക്ക് തരാം ഈ ഡയറക്ഷൻ ഈ എൽ എന്ന് പറയുന്നത് പാരലൽ ടു ദ കോൺസ്റ്റന്റ് വെക്ടർ എന്നും തരും. ഇത് രണ്ടും ഒരേ അർത്ഥമാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ബി എന്ന് പറയുന്ന വെക്ടർ ആയിട്ട് എടുക്കേണ്ടതാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 2 പാസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്കുള്ള പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ വെക്ടർ ഈക്വൽ ടു 3i plus 2j. ഓക്കെ, ബി വെക്ടർ ഈക്വൽ ടു i plus j. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ആർ ഓഫ് ടി എന്ന് പറയുന്നത് എന്താ? ആർ ഓഫ് ടി ഈക്വൽ ടു ആർ ഓഫ് ടിയുടെ ഇക്വേഷൻ എന്താണ്? എ പ്ലസ് ടി ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3i plus 2j പ്ലസ് ടി ടൈംസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i plus j. ഓക്കെ, അപ്പോൾ 3i plus 2j plus t into i plus j. ദിസ് ഈസ് ദ റിക്വയർഡ് വെക്ടർ ഇക്വേഷൻ ഓഫ് ദ ഗിവൺ ലൈൻ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് എലിപ്സിൻ്റെയും സർക്കിളിൻ്റെയും വെക്ടർ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. The parametric equation x equal to a cos t, y equal to b sin t, whose vector equation is r of t equal to a cos t I plus b sin t j, represents an ellipse in the xy plane with the center at the origin and the principal axis in the direction of the x and y axis. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു എലിപ്സ് ഉണ്ട്. എലിപ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എലിപ്സിൻ്റെ സെൻറ്റർ 0 0 മൈനർ ആക്സിസും മേജർ ആക്സിസും കിടക്കുന്നത് XY ആക്സിസിലാണ്. മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ് കിടക്കുന്നത് XY ആക്സിസിലാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു എലിപ്സിൻ്റെ വെക്ടർ ഇക്വേഷനാണിത്. ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് ബി സൈൻ ടി ജെ. ഇതിൻ്റെ പാരാമെട്രിക് ഇക്വേഷനാണിത്, എക്സ് ഈക്വൽ ടു എ കോസ് ടി. പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കോർഡിനേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഈ കോർഡിനേറ്റ്സിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. XY എന്ന് പറയുന്ന കോർഡിനേറ്റ്സിലല്ലേ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കോർഡിനേറ്റ്സ് ഈസ് ഈക്വൽ ടു എ കോസ് ടി ബി സൈൻ ടി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞാലും മതി. ഇതിൽ നമുക്ക് ith കമ്പോണൻ്റ് ആണ് ശരിക്കും എഴുതിയിരിക്കുന്നത്, ഇതിൻ്റെ jth കമ്പോണൻ്റ് ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയാലും മതി കേട്ടോ. എക്സ്, അപ്പം ഇതിൻ്റെ ith കമ്പോണൻ്റ് ആണ് എപ്പോഴും എക്സ് എന്ന് പറയുന്ന കോർഡിനേറ്റ് ആയിട്ട് വരിക, ഇതിൻ്റെ jth കമ്പോണൻ്റ് ആണ് എപ്പോഴും y എന്ന് പറയുന്ന കോർഡിനേറ്റ് ആയിട്ട് വരിക. അപ്പം ഇതാണ്, ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എയും ബിയും എടുത്തിട്ട്. ഓക്കെ, ഇനി നമുക്കിതിൽ നിന്ന് തന്നെ നമുക്കിതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത് എക്സ് ഈക്വൽ ടു എ കോസ് ടി എന്നാണ്. ഇവിടെ നമുക്ക് കോസ് ടി എങ്ങനെ എഴുതാം? കോസ് ടി ഈക്വൽ ടു എക്സ് ബൈ എന്ന് എഴുതാം അല്ലേ. അതുപോലെ തന്നെ വൈ ഈക്വൽ ടു ബി സൈൻ ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈൻ ടി എങ്ങനെ എഴുതാം? സൈൻ ടി ഈക്വൽ ടു വൈ ബൈ ബി എന്ന് എഴുതാം അല്ലേ. ഇനി നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ അല്ലേ ഇത്, കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഈക്വൽ ടു 1. കോസ് സ്ക്വയർ ടിക്ക് പകരം എക്സ് ബൈ എ ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം, സൈൻ അതായത് എക്സ് ബൈ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ ടിക്ക് പകരം വൈ ബൈ ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 അല്ലേ. ഇതല്ലേ നമ്മളുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ആൻ എലിപ്സ് എന്ന് പറഞ്ഞത്. അതായത് നമുക്കിങ്ങനെ ഒരു പാരാമെട്രിക് ഫോം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ എലിപ്സും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സും വൈയും മാത്രമേ ഉള്ളൂ. സോ സെഡ് എന്ന് പറയുന്ന കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. ഇനി ഇഫ് ബി ഈക്വൽ ടു എ ദ എബവ് ഇക്വേഷൻ ഈ സർക്കിൾ ഓഫ് റേഡിയസ് എ. നിങ്ങൾക്ക് അറിയാം ഇവിടെ ബി ഈക്വൽ ടു എ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 എന്നാവും അല്ലേ. അപ്പോൾ നമുക്കിതിനെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് എഴുതാലോ. ഇങ്ങനെ എഴുതാലോ ഇതിനെ. ദിസ് ഈസ് എ സർക്കിൾ വിത്ത് സെൻറ്റർ 0. അതായത് ഇതൊരു സർക്കിളാണ് വിത്ത് സെൻറ്റർ 0 ആൻഡ് റേഡിയസ് എ റേഡിയസ് ആയിട്ട് വരുന്ന സർക്കിളിൻ്റെ ഇക്വേഷനാണ്. ഇപ്പോൾ ബിയും എയും ഈക്വൽ ആവുകയാണെങ്കിൽ മുകളിലത്തെ ഇക്വേഷൻ ഒരു ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ആയിട്ട് മാറും. അപ്പോൾ സർക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ ആണ്. ഓക്കെ, അതാണ് നമ്മളിവിടെ എ കോസ് ടി ഐ പ്ലസ് ബി സൈൻ ടി ജെ ആണ്. എയും ബിയും ഈക്വൽ ആകുമ്പോൾ അത് വെക്ടർ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ആയിട്ട് മാറും. ഓക്കെ, റെഡി. ഇനി നോട്ടാണ് എ പ്ലെയിൻ കർവ് ദാറ്റ് ലൈസ് ഇൻ ദ പ്ലെയിൻ ഇൻ സ്പേസ്. അതായത് ഒരു പ്ലെയിൻ കർവ് എന്ന് പറഞ്ഞാൽ ഒരു സ്പേസിൽ ഒരു പ്ലെയിനിൽ കിടക്കുന്ന കർവ്സിനെയാണ് നമ്മൾ പ്ലെയിൻ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം സ്ട്രെയിറ്റ് ലൈൻ ഒരു പ്ലെയിൻ കർവാണ്, എലിപ്സും സർക്കിളും ഒക്കെ പ്ലെയിൻ കർവാണ്, അതൊക്കെ പ്ലെയിൻസിലാണ് കിടക്കുന്നത്. ഇനി അങ്ങനെയല്ലാത്ത കർവ്സിനെ എ കർവ് ദാറ്റ് ഈസ് നോട്ട് പ്ലെയിൻ ഈസ് കോൾഡ് എ ട്വിസ്റ്റഡ് കർവ്. ഒരു പ്ലെയിനിലല്ലാത്ത കർവ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ട്വിസ്റ്റഡ് കർവ്. ഓക്കെ, ട്വിസ്റ്റഡ് കർവ്. ട്വിസ്റ്റഡ് കർവിൻ്റെ ഒരു എക്സാമ്പിളാണ് സർക്കുലാർ ഹെലിക്സ്. സർക്കുലാർ ഹെലിക്സ്. ഓക്കെ, നിങ്ങൾക്ക് സർക്കുലാർ ഹെലിക്സ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ഷേപ്പ് എന്ന്. ഞാനിവിടെ വരച്ചിട്ടുണ്ട്, പക്ഷെ അത് എന്താ പറയുക
ക്ലിയർ ആയിട്ട് ഇത് കാണുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഒരു ഗൂഗിൾ എടുത്തിട്ട് അതിലൊരു ഇമേജ് നോക്കുന്നതായിരിക്കും. ദ ട്വിസ്റ്റഡ് നമ്മളിനി സർക്കുലർ ഹെലിക്സിൻ്റെ വെക്ടർ ഇക്വേഷൻ ആണ് പറയുന്നത്. ദ ട്വിസ്റ്റഡ് കർവ് സി റെപ്രസെന്റഡ് ബൈ ദ വെക്ടർ ഇക്വേഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ പ്ലസ് ടി കെ ഈസ് കോൾഡ് സർക്കുലർ ഹെലിക്സ്. അതായത് ഒരു ട്വിസ്റ്റഡ് കർവ് ഉണ്ട്, ആ ട്വിസ്റ്റഡ് കർവ് ഇങ്ങനെ ഒരു വെക്ടർ ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ സർക്കുലർ ഹെലിക്സ് എന്ന് പറയുന്നത്. ഇതാണ് സർക്കുലർ ഹെലിക്സിന്റെ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് വൺ. ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ പ്ലസ് ടി കെ. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇതാണ് കേട്ടോ ശരിക്കും ഹെലിക്സ് എന്ന് പറയുന്നത്, അതായത് സർക്കുലർ ഹെലിക്സ്. ഞാൻ വരച്ചത് ക്ലിയർ അല്ല, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഇമേജ് വേണമെങ്കിൽ നിങ്ങളൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക, അല്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതൊരു സിലിണ്ടറാണ്. ഓക്കെ, ഈ സിലിണ്ടറിന് ഈ മുകൾ ഭാഗത്തുള്ള ഒരു സർക്കിൾ ഉണ്ടാവില്ലേ, ആ സർക്കിളാണ് ശരിക്കും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ അതായത് ഇത് ഞാൻ പറഞ്ഞു, ഇതായിരിക്കും എക്സ് പാരാമീറ്റർ, ഇതാണ് വൈ എന്ന് പറയുന്ന പാരാമെട്രിക് ഇക്വേഷൻ, ഇതാണ് സെഡിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് രണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ സ്ക്വയർ തന്നെ കിട്ടുകയും ചെയ്യും. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ദ കർവ് വൈൻഡ്സ് അറൗണ്ട് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഇവിടെ കണ്ടോ, ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഈ കർവ് ഇങ്ങനെ വൈൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് സർക്കുലർ ഹെലിക്സിൻ്റെ രൂപം. അപ്പോൾ ഈ ഒരു സിലിണ്ടറിന് ഉണ്ടാകുന്ന ഈ ഒരു കർവാണ്, അതായത് ഈ ഒരു സർക്കിളാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സെഡ് ആക്സിസ് ഇങ്ങനെ പോകും തോറും നമുക്ക് ഇതെന്താ ഈ വൈൻഡിങ് ഇങ്ങനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദ കർവ് റൈസസ് ആസ് ദ കെ കമ്പോണൻറ്റ്. കെ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ സെഡ് ആക്സിസ് ആണ്. അപ്പോൾ സെഡ് ഈക്വൽ ടു ടി ഇൻക്രീസസ്. സെഡ് ഈക്വൽ ടു ടി ആണ് ഇവിടെ. നിങ്ങൾ കമ്പയർ ചെയ്യാം, ഇതാണ് എക്സ് കമ്പോണൻറ്റ്, ഇതാണ് വൈ കമ്പോണൻറ്റ്, ഇതാണ് സെഡ് കമ്പോണൻറ്റ്. അപ്പോൾ എക്സ് ഈക്വൽ ടു കോസ് ടി ആൻഡ് വൈ ഈക്വൽ ടു സൈൻ ടി ആൻഡ് സെഡ് ഈക്വൽ ടു ടി. ഇവിടെ സെഡ് ഈക്വൽ ടു ടി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഒരു കർവ് ഇങ്ങനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ, മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ഹെലിക്സ് ആർ എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈക്വൽ ടു എ സൈൻ ടി, സെഡ് ഈക്വൽ ടു ടി. ഇതാണ് പറഞ്ഞത്. എക്സ് ഇതിൻ്റെ കമ്പോണൻസ് ആയിരിക്കും ഇതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻസ് ആയിട്ട് വരിക. സോ എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈക്വൽ ടു എ സൈൻ ടി, സെഡ് ഈക്വൽ ടു ടി ആണ് ഇതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് ബി സൈൻ ടി ജെ പ്ലസ് സി ടി കെ ഡിസ്ക്രൈബ്സ് ആൻ എലിപ്റ്റിക്കൽ ഹെലിക്സ്. അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈക്വൽ ടു എ സൈൻ ടി ആണ്. ഈ എക്ക് പകരം നമ്മൾ ബി ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതെന്താവും, എലിപ്റ്റിക്കൽ ഹെലിക്സ് ആവും. ഇവിടുത്തെ ഈ സർക്കിളിൻ്റെ ഷേപ്പ് മാറിയിട്ട് അവിടെ എലിപ്സിൻ്റെ ഷേപ്പ് ആവും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എലിപ്റ്റിക്കൽ ഹെലിക്സിൻ്റെ വെക്ടർ ഇക്വേഷൻ ആണിത്. എ കോസ് ടി ഐ പ്ലസ് ബി സൈൻ ടി ജെ പ്ലസ് സി ടി കെ. ഇനി എ ഈക്വൽ ടു ബി ആവുമ്പോഴാണ് അത് സർക്കുലർ ഹെലിക്സ് ആവുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം, ദ കർവ്സ് ഫോംഡ് ബൈ ദ ഇന്റർസെക്ഷൻ ഓഫ് സർഫസസ്. അതായത് രണ്ട് സർഫസസ് ഉണ്ട്, ആ സർഫസസ് ഇന്റർസെക്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്കൊരു കർവ് കിട്ടും. ആ കർവിൻ്റെ വെക്ടർ ഇക്വേഷൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഞാനൊരു എക്സാമ്പിളിലൂടെ തന്നെയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. കൺസിഡർ ദ സിലിണ്ടേഴ്സ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് z ഈക്വൽ ടു എക്സ് ക്യൂബ്. ചൂസ് വൺ ഓഫ് ദ വേരിയബിൾ ആസ് പാരാമീറ്റർ ആൻഡ് യൂസ് ടു ഇക്വേഷൻ ടു എക്സ്പ്രസ് റിമൈനിങ് ടു വേരിയബിൾസ് ഇൻ ടേംസ് ഓഫ് ദാറ്റ് പാരാമീറ്റർ. ഒന്നുമില്ല കേട്ടോ, നമുക്ക് രണ്ട് സിലിണ്ടേഴ്സ് തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്, y ഈക്വൽ ടു എക്സ് സ്ക്വയറും നമുക്ക് തന്നിട്ടുള്ളത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് z ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ രണ്ട് സിലിണ്ടേഴ്സ് തന്നിട്ടുണ്ട്. നമുക്കിത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കർവിൻ്റെ വെക്ടർ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട് അല്ലേ, 3 വേരിയബിൾസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വേരിയബിളിന് നിങ്ങൾ ടി എന്ന് കൊടുക്കാം. ഇവിടെ നമ്മൾ എപ്പോഴും നോക്കുക ഏത് വേരിയബിളിനാണ് കൊടുക്കാൻ, രണ്ടും എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. വൈ ആണെങ്കിലും എക്സിൻ്റെ ടേമിലാണ്, സെഡ് ആണെങ്കിലും എക്സിൻ്റെ ടേമിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു വേരിയബിളിന് എക്സ് ഈക്വൽ ടു ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു എക്സ് ഈക്വൽ ടു ടി എന്ന് പറയുന്ന പാരാമീറ്റർ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇനി ഈ എക്സിൻ്റെ ടേംസിൽ നമ്മൾ വൈനെയും സെഡിനെയും എഴുതാം. അപ്പം നമുക്ക് എന്താ കിട്ടുക, y ഈക്വൽ ടു ടി സ്ക്വയർ ആൻഡ് z ഈക്വൽ ടു ടി ക്യൂബ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെക്ടർ ഇക്വേഷൻ എന്തായിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ വെക്ടർ ഇക്വേഷൻ എന്താ വരാം, ആർ ഓഫ് ടി ഈക്വൽ ടു, ഇവിടുത്തെ വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ്, ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ ശരിക്കും, ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് y ഓഫ് ടി ജെ പ്ലസ് z ഓഫ് ടി കെ. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്നത് ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ. ഓക്കെ, ഇതാണ് ആ ഇൻ്റർസെക്ഷനിലുള്ള കർവിൻ്റെ വെക്ടർ ഇക്വേഷൻ. ഓക്കെ,
ദിസ് കർവ് ഈസ് കോൾഡ് ട്വിസ്റ്റഡ് ക്യൂബിക്. ഈ കർവിനെ നമ്മൾ പറയുന്ന പേരാണ് ട്വിസ്റ്റഡ് ക്യൂബിക്. ഇങ്ങനെയുള്ള പേരുകൾ നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. കാരണം ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നതാണ് ട്രൈകസ്പോയിഡിൻ്റെ ഇക്വേഷൻ പറയുന്നുണ്ട്. അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എക്സും വൈയും എക്സ് ഈക്വൽ ടു 2 cos t പ്ലസ് cos 2t ആൻഡ് y ഈക്വൽ ടു 2 sin t മൈനസ് sin 2t. അപ്പോൾ ഇവിടെ എന്തൊരു പ്രശ്നമല്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഈ വെക്ടർ കേർവ്സ് ഒന്നും നമുക്കിങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറയുന്ന ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി പോകുന്നത്. ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ്. ഡിസ്ക്രൈബ് ദ കർവ് റെപ്രസെൻറ്റഡ് ബൈ ദ വെക്ടർ ഇക്വേഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു 1 മൈനസ് ടി ഇൻറ്റു വൈ പ്ലസ് 3tj പ്ലസ് 2tk. അതായത് നമുക്കൊരു കർവ് തന്നിട്ടുണ്ട്, അല്ല ഒരു വെക്ടർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ വെക്ടർ ഇക്വേഷൻ ഏത് കർവിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സൊല്യൂഷൻ നോക്കാം. എന്താണ് സൊല്യൂഷൻ? നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല ഇത് എന്തിൻ്റെയാണ്. നമുക്ക് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ്റെ വെക്ടർ ഇക്വേഷൻ അറിയാലോ. എന്താ സ്ട്രെയിറ്റ് ലൈൻ്റെ വെക്ടർ ഇക്വേഷൻ പറഞ്ഞത്? ആർ ഓഫ് ടി ഈക്വൽ ടു എ പ്ലസ് ടി ബി. അതായത് നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു a1 പ്ലസ് ടി ബി 1 ഐ പ്ലസ് a2 പ്ലസ് ടി ബി 2 ജെ പ്ലസ് a3 പ്ലസ് ടി ബി 3 കെ. ഇത് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനോടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ഒരു ഫോർമാറ്റിലാണ് അത് കിടക്കുന്നത്. സോ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ വെക്ടർ ഇക്വേഷൻ ആണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിലുള്ള കണ്ടീഷൻസ് എല്ലാം പറഞ്ഞു കൊടുക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ ആർ ഓഫ് ടീനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ആർ ഓഫ് ടി ഈക്വൽ ടു 1 മൈനസ് ടി ഇൻറ്റു ഐ പ്ലസ് 3tj പ്ലസ് 2tk. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഐ അല്ലേ, ഐ മൈനസ് ടി ഐ പ്ലസ് 3tj പ്ലസ് 2tk. ഇനി ഈ ടി വരുന്നതിനൊക്കെ നമുക്ക് നൗൺസിൽ എടുത്ത് നോക്കാം. ഐ മൈനസ് ടി ടൈംസ്, ഇവിടെ പ്ലസ് ആക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ ഇവിടെ മൈനസ് ആയി കൊടുക്കുന്നു, പ്ലസ് 3j പ്ലസ് 2k. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ എന്തായി നമ്മളുടെ വെക്ടർ ഇക്വേഷൻ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് എ പ്ലസ് ടി ബി ആയിട്ട്. അപ്പോൾ നമുക്കറിയാം വിത്ത് എ എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ബി എന്ന് പറയുന്ന ഡയറക്ഷനുള്ള സ്ട്രെയിറ്റ് ലൈനാണ് എ പ്ലസ് ടി ബി എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാം? ആർ ഓഫ് ടി, ഇപ്പം ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്ന വെക്ടർ ഇവിടെ ഐ മാത്രമുള്ളത്. അതായത് നമുക്കിങ്ങനെ എഴുതാം ഐ പ്ലസ് 0j പ്ലസ് 0k. ബി എന്ന് പറയുന്ന വെക്ടറോ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഐ പ്ലസ് 3j പ്ലസ് 2k. നമുക്ക് പറയാം ആർ ഓഫ് ടി ഈസ് എ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ എഴുതിയാൽ മതി. ഞാൻ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ എഴുതുന്നുണ്ട്. ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ഡയറക്ഷൻ, അല്ല പാസിംഗ് ത്രൂ ദ പോയിന്റ്. ഏത് പോയിന്റിലൂടെയാണ്? ഇതാണ് അതിൻ്റെ വെക്ടർ. അപ്പോൾ ഇത് ഏത് പോയിന്റാണ് വരിക? 1 0 0. ഓക്കെ, പാസിംഗ് ത്രൂ ദ പോയിന്റ് 1 0 0 ആൻഡ് in the direction of the constant vector. എഴുതുന്ന മനസ്സിലാവുന്നുണ്ടോ? in the constant vector minus I plus 3j plus 2k. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ആർ ഓഫ് ടി നമുക്ക് തന്നിരിക്കുന്ന കർവ് എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ് ദ കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ്. അത് 1 0 0ലൂടെയാണ് എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതുപോലെ അത് ഈ ഒരു കോൺസ്റ്റന്റ് വെക്ടറിന് പാരലൽ ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ അത് ആ ഡയറക്ഷനിലായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. സ്കെച്ച് ദ ഗ്രാഫ് ആൻഡ് എ റേഡിയസ് വെക്ടർ ഓഫ് ഫസ്റ്റ് വൺ ആർ ഓഫ് ടി ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ. 0 ലെസ് ദാൻ ഒരിക്കലും ടി ലെസ് ദാൻ ഒരിക്കലും 2π. ബി എന്ന് പറയുന്നത് ആർ ഓഫ് ടി ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് 2t. വേറെ 0 ലെസ് ദാൻ ഒരിക്കലും ടി ലെസ് ദാൻ ഒരിക്കലും 2π. ഇവിടെ നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുക്കാം കേട്ടോ. നമുക്ക് സൊല്യൂഷൻ. ഒന്നാമത്തത് എന്താണ്? ആർ ഓഫ് ടി ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ. നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് എഴുതിയാലും മതി. ഞാൻ രണ്ട് രീതിയിൽ പറയാം. അതിൽ ഒന്നാമത്തത് നമുക്ക് ഓൾറെഡി അറിയാലോ. ഇക്വേഷൻ ഓഫ് എ വെക്ടർ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എന്താണ്? വെക്ടർ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെൻറ്റർ 0 0 ആൻഡ് റേഡിയസ് എ. എന്താ നമ്മളിപ്പോൾ പഠിച്ചില്ലേ? ആർ ഓഫ് ടി ഈക്വൽ ടു എന്താ പഠിച്ചത്? എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ. ഓൾറെഡി പഠിച്ചല്ലോ. അപ്പോൾ നമ്മൾ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. അതിനെ
നമുക്ക് ഇവിടെ എക്ക് പകരം എന്താണ് 1 ആണല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം തന്നിരിക്കുന്നത് ഒരു വെക്ടർ ഇക്വേഷൻ ആണ്. അതിൻ്റെ തന്നിരിക്കുന്ന ഒരു വെക്ടർ ഇക്വേഷൻ ആണ്. എന്തിൻ്റെ? സർക്കിളിൻ്റെ വെക്ടർ ഇക്വേഷൻ ആണ്. വിത്ത് സെൻറ്റർ 0 0 ആൻഡ് റേഡിയസോ ഇവിടെ എക്ക് പകരം എന്താ ഉള്ളത്? 1. അപ്പം റേഡിയസ് എന്താണ്? 1 ആയിട്ടുള്ള വെക്ടർ ഇക്വേഷൻ ആണ്. അതായത് നമുക്ക് പറയാം ആർ ഓഫ് ടി ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ 0 less than or equal to t less than or equal to 2 pi is a vector equation of radius 1 centered at the origin. Radius 1 centered at the origin. At the origin. അപ്പോൾ നമുക്ക് പറയാം അത് പ്ലോട്ട് ചെയ്യാനും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇക്വേഷൻ അല്ലേ. പ്ലോട്ട് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളത്? സ്കെച്ച് ആൻഡ് ഗ്രാഫ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ വെക്ടർ പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു അതായത് ഇങ്ങനെ വരച്ചാൽ പോരാ. ഇതാണ് നമ്മളുടെ എ എന്ന് പറയുന്നത്, സോറി എ അല്ലല്ലോ 1 അല്ലേ, 1 എന്ന് പറയുന്ന റേഡിയസ്. പിന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇതിന് എപ്പോഴും ഡയറക്ഷൻ കൊടുക്കണം. അപ്പോൾ ഡയറക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. 0 less than or equal to t less than or equal to 2 pi. അതായത് 0 മുതൽ ഇങ്ങനെ പോയിട്ട് 2 പൈയിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ളതായിരിക്കും. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ്. ഇങ്ങനെ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അതിന് റീസൺ എഴുതണം കേട്ടോ. സിൻസ് 0 less than or equal to t less than or equal to 2 pi, then the direction is anti clockwise. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. കാരണം എന്താ വെച്ചാൽ സൈൻ ടിയും കോസ് ടിയും ഒക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്ത പോലെയാണ് നമ്മൾ 0 less than or equal to t less than or equal to 2 പൈയിൽ വരുന്നത്. അതുകൊണ്ടാണിത് എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വേറൊരു രീതിയിലും കൂടെ ചെയ്യാം. ഇവിടെ ഒരു എന്താണ് റേഡിയസ് വെക്ടറും കൂടെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. റേഡിയസ് വെക്ടർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റേഡിയസ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതാ വരാം. ഇതാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വയ്ക്കും. ദിസ് ഇസ് ദ റേഡിയസ് വെക്ടർ. അതായത് ഒ പി. അതായത് ഒന്നുമില്ല, ഈ കർവ് ഒറിജിനിൽ നിന്ന് ആ കർവിലോട്ട് വരയ്ക്കുന്ന ആ വെക്ടർ. ഓക്കെ, ഇനി നമുക്കിത് വേറൊരു രീതിയിലും കൂടെ ചെയ്യാം. അത് ഞാൻ പറയാം. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ആർ ഓഫ് ടി ഈക്വൽ ടു എന്താണ് കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ അല്ലേ. കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ. അപ്പോൾ നമുക്കിവിടെ എക്സ് എന്ന് പറയുന്നത് എന്താ? കോസ് ടി ആയിരിക്കും. അതായത് നമ്മളുടെ ഫസ്റ്റ് കമ്പോണൻറ്റ്, ith കമ്പോണൻറ്റ് കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്തെഴുതാം? കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി എന്ന് എഴുതാം അല്ലേ. നമുക്കറിയാം കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഈക്വൽസ് ഓൾവേസ് 1 ആണ്. അതായത് നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ സർക്കിൾ വിത്ത് സെൻറ്റർ 0 0 ആൻഡ് റേഡിയസ് 1. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറയണം 0 less than or t less than or 2 pi ആയത് കാരണം നമുക്ക് പറയാം ഇതൊരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ളതാണ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അതായത് നമ്മൾ രണ്ടാമത്തെ പ്രോബ്ലം പറഞ്ഞിട്ടുള്ളത് ആർ ഓഫ് ടി ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് 2k 0 less than or equal to t less than or equal to 2 pi. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? നമുക്ക് എക്സ് ഈക്വൽ ടു കോസ് ടി ആൻഡ് വൈ ഈക്വൽ ടു സൈൻ ടി. നമ്മൾ സർക്കുലർ ഹെലിക്സിനോട് കുറച്ച് സാമ്യമല്ലേ. പക്ഷേ സർക്കുലർ ഹെലിക്സിൽ ഇവിടെ ടി കെ എന്നായിരുന്നു, ഇവിടെ 2k 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. സൈൻ ടി ആൻഡ് സെഡ് ഈക്വൽ ടു 2. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് 0 less than or equal to t less than or equal to 2 pi. ഓക്കെ, ഈ ഇക്വേഷനിൽ നമ്മൾ ആദ്യം തന്നെ കൺസിഡർ ചെയ്യേണ്ടത് സെഡ് ഈക്വൽ ടു 2 ആണ്. സെഡ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടി ഏത് വാല്യൂ ആയിക്കോട്ടെ, പക്ഷെ സെഡ് എപ്പോഴും എന്തിൽ തന്നെയാണ് കിടക്കുന്നത്? 2ൽ തന്നെയാണ് കിടക്കുന്നത്. അതായത് സെഡ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ടി ഏത് വാല്യൂ എടുത്തോട്ടെ സെഡ് ഈക്വൽ ടു 2 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഇങ്ങനെയാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എന്തെഴുതാം? കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഈക്വൽ ടു 1 അല്ലേ. അതായത് നമുക്ക് ഇങ്ങനെ ഒരു റിലേഷനും കൂടെ കിട്ടി. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ റിലേഷനാണ് സെഡ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 0 less than or equal to t less than or equal to 2 pi. ഇത് മൂന്നും കൂടെ നമുക്ക് എന്ത് പറയാം? അതായത് ഇതൊരു സർക്കിളാണ്. എവിടെയാണ് ഇത് സർക്കിൾ സിറ്റുവേറ്റ് ചെയ്യുന്നത്? സെഡ് ഈക്വൽ ടു 2 എന്ന് പറയുന്നിടത്ത് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു സർക്കിളാണിത്.
അതിന് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സർക്കിളാണ്. ഓക്കെ, അതായത് ദ വെക്ടർ ഇക്വേഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു ഇതായിരുന്നു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് 2t k 2t ഇല്ലല്ലോ 2k അല്ലേ 2k is a circle of radius 1 is a circle of radius 1 centered at the origin ഇനി ഏത് പ്ലെയിനിലാണ് ഇത് കിടക്കുന്നത്? സ്പേസിലെ കാര്യമാണ്. അപ്പം നമ്മൾ പ്ലെയിനാണ് വേരി ചെയ്യുന്നത്. ഇൻ ദ പ്ലെയിൻ, കാരണം സെഡ് കോർഡിനേറ്റും കൂടി ഇല്ലേ? ഇൻ ദ പ്ലെയിൻ സെഡ് ഈക്വൽ ടു 2. ഓക്കെ, സെഡ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പ്ലെയിനിൽ കിടക്കുന്ന ഒരു സർക്കിളാണ് തന്നിരിക്കുന്നതെന്ന് മാത്രം. ഓക്കെ, ഇനിയിപ്പം 0 ഓറിയൻറ്റഡ് സർക്കിൾ ഈസ് ഓറിയൻറ്റഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് നമുക്കിങ്ങനെ കിട്ടും. നമുക്കിതിൻ്റെ ഫിഗർ ഒന്ന് വരയ്ക്കാം. അതായത് നമുക്കിങ്ങനെയാണുള്ളത്. ഞാൻ വരയ്ക്കുമ്പം ഈ ഒരു ആപ്പിൽ വരയ്ക്കാനുള്ളത് കുറവാണ്, അപ്പം കൈകൊണ്ട് തന്നെ വരയ്ക്കണം. എക്സ്, ഇത് വൈ, ഇത് സെഡ്. അപ്പോൾ നമുക്കറിയാം സെഡ് ഈക്വൽ ടു 2 എന്ന് പറയുന്നിടത്ത് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു സർക്കിളാണ്, ഒരു യൂണിറ്റ് സർക്കിളാണ് നമ്മളുടെ കർവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സർക്കിളാണ് കേട്ടോ. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കർവ്. ഇനി നമുക്കൊരു പ്രോബ്ലം കൂടെ ഉണ്ട്, അതുകൂടെ നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് എ വെക്ടർ ഫംഗ്ഷൻ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ curve of the intersection of the cylinder x² plus y² equal to 4 and the plane x plus y plus 2z equal to 4. അതായത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരു വെക്ടർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. എന്തിൻ്റെ വെക്ടർ ഫംഗ്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്? ഒരു സിലിണ്ടർ തന്നിട്ടുണ്ട് x² plus y² equal to 4 ആൻഡ് ഒരു പ്ലെയിൻ തന്നിട്ടുണ്ട് x plus y plus 2z equal to 4. ഇത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കർവിൻ്റെ വെക്ടർ ഫംഗ്ഷൻ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ സൊല്യൂഷൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? x² plus y² equal to 4 അതെഴുതി. ഓക്കെ, പിന്നെയുള്ളത് x plus y plus 2z equal to 4. ഇനി ഇത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കർവിനെ ഞാൻ C എന്ന് വിളിച്ചു. അതായത് ലെറ്റ് C denote the curve of intersection, curve of intersection of the cylinder x² plus y² equal to 4 and x plus y plus 2z equal to 4 എന്ന് വിളിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കർവാണ് C എന്ന് പറയുന്നത്. 1 minute. ഓക്കെ, ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കർവിനെ ഞാൻ C എന്ന് വിളിച്ചു. അതായത് ഒരു സിലിണ്ടറും ഒരു പ്ലെയിനും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കർവിനെ ഞാൻ C എന്ന് വിളിച്ചു. ഈ സിയുടെ മുകളിലുള്ള ഒരു പോയിന്റ് ആണ് P എന്ന് പറയുന്നത്. P ഓഫ് എക്സ് വൈ സെഡ് ഡി എനി പോയിന്റ് ഓൺ C. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരണം? അപ്പോൾ P എന്ന് പറയുന്നത്, അതായത് ഒരു സിലിണ്ടർ ഉണ്ട്, ഒരു പ്ലെയിൻ ഉണ്ട്. ഒരു സിലിണ്ടറും ഉണ്ട്, ഒരു പ്ലെയിനും ഉണ്ട്, ഇങ്ങനൊരു പ്ലെയിനും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കർവിൻ്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടുത്തെ ഒരു പോയിന്റ് ആണ് P എന്നെടുത്തു. അപ്പോൾ ഈ പോയിന്റിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിച്ചാലും മതി. നമ്മൾ എക്സും വൈയും സെഡും എന്താണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്കറിയാം ഈ പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ എന്നുള്ളത് പറയുന്നല്ലേ, സിലിണ്ടർ അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെയല്ലല്ലോ വരിക ഇവിടെ. അപ്പോൾ ഈ സിലിണ്ടർ, ഈ P എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ മുകളിലുമാണ്, അതുപോലെ തന്നെ ഈ പ്ലെയിനിൻ്റെ മുകളിലുമാണുള്ളത്. അപ്പം ഈ P എന്ന് പറയുന്നത്, സിൻസ് P ഈസ് എ point on the cylinder, C is a point of the cylinder. സിലിണ്ടറിലുള്ളൊരു പോയിന്റ് ആണ്, അതുകൊണ്ട് തന്നെ അതെന്താക്കും? സിലിണ്ടർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലേ? x² plus y² equal to 4 എന്ന് പറയുന്നത്, ഈ x² plus y² equal to 4 എന്ന് പറയുന്ന ഇക്വേഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി ഈ x² plus y² equal to 4ൻ്റെ വെക്ടർ ഇക്വേഷൻ എന്താ? ഇതെന്താണ്? സർക്കിളാണ്. സർക്കിൾ with center 0 0 and radius 2.
അങ്ങനെയുള്ളതിൻ്റെ വെക്ടർ ഇക്വേഷൻ എന്താണ് വരിക? അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4ൻ്റെ വെക്ടർ ഇക്വേഷൻ എന്താ വരിക? cos t i പ്ലസ് സൈൻ ടി ജെ ഈക്വൽ ടു 2 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എക്സും വൈയും എന്താണെന്ന് എഴുതാം. നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ എഴുതാമല്ലോ. ഇവിടുന്ന് എക്സ് ഈക്വൽ ടു കോസ് ടി എന്ന് വരും. എക്സ് ഈക്വൽ ടു കോസ് ടി അല്ല 2 കോസ് ടി. ഓക്കെ, വൈ ഈക്വൽ ടു 2 സൈൻ ടി. സോറി, അപ്പോൾ ഇത് എഴുതിയത് ഞാൻ തെറ്റിപ്പോയതാണേ. സോറി അങ്ങനെയല്ല എഴുതാം. ആർ ഓഫ് ടി ഈക്വൽ ടു 2 കോസ് ടി ഐ പ്ലസ് 2 സൈൻ ടി ജെ. സോറി, ഇതാണ് നമ്മുടെ വെക്ടർ ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സർക്കിളിൻ്റെ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പാരാമെട്രിക് ഇക്വേഷനും നമുക്ക് ഇതിന് എഴുതാൻ പറ്റും. അതായത് എക്സ് ഈക്വൽ ടു 2 കോസ് ടി ആൻഡ് വൈ ഈക്വൽ ടു 2 സൈൻ ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് എക്സും, അപ്പം ഈ ഒരു സർക്കിളിലുള്ള, അതായത് ഈ ഒരു കർവിൻ്റെ ഏരിയ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എക്സും വൈയും കിട്ടി. ഇനി സെഡും കൂടെ കിട്ടിയാൽ മതി. ഓക്കെ, ആ സെഡ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ മൂന്നാമത് തന്ന ഇക്വേഷൻ, അതായത് നമുക്ക് തന്നിട്ടുള്ള പ്ലെയിനിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. എക്സ് പ്ലസ് വൈ പ്ലസ് 2z ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? ഇവിടെ നിന്ന് നമ്മൾ എക്സും വൈയും എന്താ നമുക്കറിയാലോ, അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കാരണം രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റാണ് പി എന്ന് പറയുന്നത്. ഓക്കെ, ആ പിയിലെ എക്സും വൈയും സെഡും ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ഈ എക്സും വൈയും പിയുടെ കോർഡിനേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ പി ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോസ് ടി പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈൻ ടി പ്ലസ് 2z ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുന്ന് z എന്ന് പറഞ്ഞാൽ എന്താ എഴുതാം? z ഈക്വൽ ടു 2z ഈക്വൽ ടു 4 മൈനസ് 2 കോസ് ടി മൈനസ് 2 സൈൻ ടി. ഓക്കെ, ഇവിടെ നമുക്ക് എന്തെഴുതാം? z ഈക്വൽ ടു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 മൈനസ് കോസ് ടി മൈനസ് സൈൻ ടി എന്ന് കിട്ടും. അതായത് നമുക്ക് എന്തൊക്കെ കിട്ടി? എക്സ് ഈക്വൽ ടു 2 കോസ് ടി ആണെന്ന് കിട്ടി, വൈ ഈക്വൽ ടു 2 സൈൻ ടി ആണെന്ന് കിട്ടി, ആൻഡ് z ഈക്വൽ ടു 2 മൈനസ് കോസ് ടി മൈനസ് സൈൻ ടി ആണെന്ന് കിട്ടി. അങ്ങനെയാണ് നമ്മൾ വെക്ടർ ഇക്വേഷൻ എന്തായിട്ട് മാറും? പാരാമെട്രിക് ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എഴുതാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്ന് എഴുതിയാൽ മതി. അതായത് നമുക്ക് 2 കോസ് ടി ഐ പ്ലസ് 2 സൈൻ ടി ജെ പ്ലസ് 2 മൈനസ് കോസ് ടി മൈനസ് സൈൻ ടി കെ എന്ന് എഴുതാം. ദിസ് ഈസ് ദ റിക്വയർഡ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് 0 ലെസ് ദാൻ ഒടുക്കിൽ ടി ലെസ് ദാൻ ഒടുക്കിൽ 2π, കാരണം സർക്കിൾ അല്ലേ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ആദ്യത്തെ സെക്ഷനിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിലും പറയണം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അപ്പോൾ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.